ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണിത്. ജീവിച്ചിരിക്കുമ്പം ഒരാളും അവരുടെ നന്മകൾ എടുക്കാറില്ല. നന്മകൾ എടുക്കാതെ ഏത് നിമിഷവും കുറ്റവും കുറവും ഉപദ്രവവും മാത്രമായിട്ട് നടക്കും. ഏതെല്ലാം തരത്തിൽ അവരെ വേദനിപ്പിക്കാമോ, ഏതെല്ലാം തരത്തിൽ അവരെ വിഷമിപ്പിക്കാമോ എല്ലാം ചെയ്യും. അവരിൽ ഏതെങ്കിലും നന്മയുണ്ട്, അവർ കാണിക്കുന്നത് ഏതെങ്കിലും ഒരു അത്ഭുതമാണെങ്കിൽ അതിനെ ആക്ഷേപിച്ച് പരിഹസിച്ച് അട്ടഹസിച്ച് എത്രത്തോളം അവരെ വേദനിപ്പിക്കാമോ അത്രയും വേദനിപ്പിക്കും. പക്ഷേ ഇവർക്കത് അറിഞ്ഞൂടാ, വേദനിപ്പിക്കുന്നവർക്ക് അറിഞ്ഞൂടാ, അവർക്ക് വേദന ഉണ്ടാവില്ല. കാരണം ഇതിനെ അവർ ഏറ്റവും നല്ലതായിട്ട് എടുത്തിട്ട് അടുത്തതിനെക്കുറിച്ച് അവർ ചിന്തിച്ച് മുന്നോട്ട് പോവും. പക്ഷേ മരിച്ചതിന് ശേഷം അവരെ അങ്ങ് വാഴ്ത്താനും പുകഴ്ത്താനും എല്ലാത്തിനും സമയം കണ്ടെത്തും. അതിനുള്ള പ്രവർത്തനങ്ങൾ അവരാരംഭിക്കും. അതുപോലെ തന്നെ പണവും ചെലവഴിക്കും. ജീവിച്ചിരിക്കുമ്പം അവരുടെ നന്മകളെ കോർത്തെടുത്ത് അത് എല്ലാവർക്കും വീതിച്ചു കൊടുത്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോവാൻ ഈ സെക്കൻഡ് വരെ ആരും അതിന് തയ്യാറായിട്ടില്ല. മരണശേഷം മാത്രമേ അവരെ ഉൾക്കൊള്ളുന്നുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ നന്മകൾ ഉൾക്കൊള്ളണമെങ്കിൽ അവരിലും നന്മയുണ്ടാവണം. അങ്ങനെ ജീവിച്ചിരിക്കുമ്പം അവരിലെ നന്മകൾ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരും ഉള്ളതുകൊണ്ടാണ് ഇന്നും പല പല കാര്യങ്ങളും നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഒന്നുമേ നിലനിൽക്കില്ല, അത് അവസാനിക്കുക തന്നെ ചെയ്യും. ജീവിച്ചിരിക്കുമ്പം തന്നെ അവരുടെ നന്മകൾ എണ്ണപ്പെട്ട ആൾക്കാരുടെ കൈകളിൽ മാത്രമേ കാണുള്ളൂ. അതിനുശേഷം മരണശേഷം അവരുടെ മഹത്വത്തിനെ വാഴ്ത്തിപ്പാടി അവരുടെ ആ ചെയ്തികളെ അവരെന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ അതിനെയെല്ലാം പുകഴ്ത്തി ഏതെല്ലാം തരത്തിൽ അവരെ ഉയർത്താമോ ഏതെല്ലാം തരത്തിൽ അവരെ കൊണ്ട് നടക്കാമോ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്നോളം പ്രശസ്തരായ ഒരാളും ജീവനോടെ ഇരിക്കുമ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ സുഖത്തോടെ ഇരുന്ന ചരിത്രം ഇല്ല. അത് കാരണം അതിനെക്കുറിച്ച് ആരും വേദനിക്കാനും വിഷമിക്കാനും വേണ്ട. കാലം മാറും, കഴിവുകൾ കൂടും, ഒരുപാട് ശക്തികളുണ്ടാവും. എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം തന്നെ വേണം. സന്തോഷത്തോടെ സുഖത്തോടെ ജീവിക്കാനുള്ള അവകാശവും കിട്ടും, അതിനുള്ള ഭാഗ്യവും ഉണ്ടാവും. എല്ലാവർക്കും അത് നൽകണേ ഭഗവാന് മാത്രമേ അത് കഴിയൂ. ഭഗവാൻ അത് നൽകും എന്നുള്ളതും ഉറപ്പാണ്. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും. എല്ലാ ആൾക്കാർക്കും ഇത് എടുക്കാനും കഴിയും. എല്ലാവർക്കും വേണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക. അനുഭവത്തിൻ ജഗന്നാഥനായി, ഓമേനിക്കു ജഗത് പ്രാണനായി, സന്മനസ്സിൻ ജഗത് ഗുരുവായി, ജനകഥ ഔഷധം ഇല്യൂഷനിൽ പ്രണാമം. കൽക്കി ഭാരതിയമ്മ, കൽക്കി TC 42/3481, PURA നമ്പർ 113, ഉണ്ണിനഗർ, നല്ലത്തുറോഡ്, പൂജപ്പുര, തിരുവനന്തപുരം, കേരള. ഫോൺ 8089742539 8089742539. ഇമെയിൽ ushabharati11@gmail.com. വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം.